Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് മോക്ക് ടെസ്റ്റ് സീരീസ് 2 ആണെന്ന് 10th പ്രിലിംസിനും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാണ് ഉത്തരപർവ്വത മേഖല ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. 30 മാർക്കിനാണ് വന്നിരിക്കുന്നത്. എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതേപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നമുക്ക് 9th മൂന്നാമത്തെ ചാപ്റ്റർ, 9th പുതിയ SCERT ടെക്സ്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഈ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി പഠിക്കാനുള്ളത്. ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കൂടി എളുപ്പമായിരിക്കും ഇത് ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇത് ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ടും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ക്ലാസ് താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചോക്ക്ബോർഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ഈ ചാപ്റ്ററിന്റെ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ മാർക്ക് ചെയ്ത PDF അവൈലബിൾ ആണ്. അതൊന്നെങ്കിൽ കയറി ഒന്ന് വായിച്ചെങ്കിലും നോക്കിയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാറ്റ്ലാൻഡ്സ് എന്തിന്റെ സ്വഭാവ സവിശേഷതയാണ്? പാറ്റ്ലാൻഡ്സ് ആരവല്ലി, ചോട്ടാ നാഗ്പൂർ, അതേപോലെ തന്നെ കാശ്മീർ, ഹിമാലയ, താർ മരുഭൂമി. അതായത് പാറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് ചെറിയ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ്യൂസിന് പറയുന്ന പേരാണ് എന്ത്? പാറ്റ്ലാൻഡ്സ് എന്ന്. അപ്പൊ ഇവിടെ ചെറുത് ഏതാണ്? നമ്മുടെ ചോട്ടാ നാഗ്പൂർ പ്രവിശ്യയാണ് പാറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു പേര് പഠിച്ചു വെക്കുക. പാറ്റ്ലാൻഡ്സ് എന്താണ്? ചോട്ടാ നാഗ്പൂർ പ്രവിശ്യയാണ്. പശ്ചിമഘട്ടത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടം ഒരു ഇളം മടങ്ങ് മലനിരയാണ്. പശ്ചിമഘട്ടത്തെ മൂന്നാമത്തെ കാലയളവിലാണ് രൂപീകൃതമായത്. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. പശ്ചിമഘട്ടം പാറകളുടെ അവശിഷ്ടം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് തന്നിരുന്നത് പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണെന്നുള്ളതാണ്. എന്താണ് എസ്കാർപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമുക്കറിയാം ഒരു സൈഡിൽ എന്താണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ ഇങ്ങനെയുള്ള വശമാണ് എന്ത്? പശ്ചിമഘട്ടം വരുന്നത്. ഇവിടെ എന്താണ്? നമ്മുടെ എന്താണ് വളരെ താഴ്ന്ന തീരപ്രദേശവും ഇപ്പുറത്ത് എന്താണ് പീഠഭൂമികളും അല്ലേ വരുന്നത്. അതായത് ഒരു പീഠഭൂമിക്കും ഈ തീരപ്രദേശത്തിനും ഇടയ്ക്ക് വരുന്ന ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ എസ്കാർപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സൈഡ് ഭയങ്കര കുത്തനെ ഇടിഞ്ഞതും ഒരു സൈഡ് എന്താണ് ഭയങ്കര ഹൈറ്റിലുള്ളതായിരിക്കും. അതിനെയാണ് എസ്കാർപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഒരു എസ്കാർപ്മെന്റ്, ആ ഒരു വേർഡ് പഠിച്ചു വെക്കുക. പാറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ചോട്ടാ നാഗ്പൂർ, അതേപോലെ എസ്കാർപ്മെന്റ് ആണെങ്കിൽ അത് പശ്ചിമഘട്ടമാണ്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരവല്ലി നിരകൾ എവിടെ മുതൽ എവിടം വരെയാണ്? നമുക്കറിയാം ആരവല്ലി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഫിഗർ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ ആരവല്ലി പർവ്വതം എന്ന് പറയുന്നത്. ഈ ആരവല്ലി പർവ്വതം ഏകദേശം എന്താണ്? ഈ പറയുന്ന ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെയുമാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദ് വരെയുമാണ് ഈ പറയുന്ന ആരവല്ലി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇത്? ശരിയാണ്. നർമ്മദ താഴ്വരം എന്താണ്? റിഫ്റ്റ് വാലി എന്നറിയപ്പെടുന്നു. നമുക്കറിയാം വിന്ധ്യ പർവ്വതം, ഇവിടെ എന്തുണ്ട്? വിന്ധ്യ പർവ്വതമുണ്ട്. ഇവിടെ എന്തുണ്ട്? സത്പുര പർവ്വതമുണ്ട്. അതിന്റെ ഇടക്കൂടി ഒഴുകുന്ന ഒരു നദിയാണ് എന്ത്? നർമ്മദ എന്ന് പറയുന്നത്. അതിനുശേഷം ഒഴുകുന്ന നദിയാണ് എന്ത്? താപ്തി എന്ന് പറയുന്നത്. അപ്പൊ വിന്ധ്യ, സത്പുര, നർമ്മദ, താപ്തി, ഇതാണ് ആ ഓർഡർ. അപ്പൊ നമുക്കറിയാം ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 2 നദികളാണ് നർമ്മദയും താപ്തിയും. ഈ റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞാൽ, റിഫ്റ്റ് താഴ്വര എന്ന് പറഞ്ഞാൽ 2 മലയുടെ ഇടയിലുള്ള കുത്തനെയുള്ള, അതായത് ഭയങ്കര ചെങ്കുത്തായ താഴ്വര എന്നൊക്കെ പറയില്ല, അങ്ങനെ ഫോം ചെയ്തതാണ് പറയുന്നത്. അതിനാണ് നമ്മൾ റിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ റിഫ്റ്റ് വാലി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ നർമ്മദ കണ്ടോ, 2 മലനിരകളുണ്ട്. അതിന്റെ ഇടക്ക് അതെന്താണ്? രണ്ടും തമ്മിൽ ആ ഒരു സെപ്പറേഷൻ വന്നപ്പോഴേക്കും അതിന്റെ ഇടക്കുണ്ടായ ആ ഒരു സ്ഥലമാണ് എന്ത്? റിഫ്റ്റ് താഴ്വര എന്ന് പറയുന്നത്. അപ്പൊ നർമ്മദ താഴ്വരം എന്താണ്? റിഫ്റ്റ് താഴ്വരയ്ക്ക് ഉദാഹരണമാണ്. ഉപദ്വീപീയ പീഠഭൂമി ഏകദേശം 1600 കിലോമീറ്റർ ആണ്. അത് ശരിയാണ്. കിഴക്കൻ തീരമാണ് എന്ത്? കാവേരി ഡെൽറ്റ. നമുക്കറിയാം എന്താണ് തീരപ്രദേശങ്ങളിൽ നമുക്ക് കിഴക്കൻ തീരസമതലങ്ങളിലാണ് എന്ത് രൂപീകരിക്കുന്നത്? ഡെൽറ്റകൾ രൂപീകരിക്കുന്നത്. നമുക്ക് പഠിച്ചിട്ടുണ്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ വരുന്നതാണ് കാവേരി എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ നദികളായ കബനിയും ഭവാനിയും ഒക്കെ എന്തിന്റെ പോഷക നദികളാണ്? കാവേരിയുടെ പോഷക നദികളാണ്. അപ്പൊ കാവേരി പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എന്താണ് വരേണ്ടത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ. അപ്പൊ കാവേരി ഡെൽറ്റ എന്ന് പറയുന്ന കിഴക്കൻ തീരത്താണ്. അപ്പൊ ഇവിടെ എന്താണ്? ഓപ്ഷൻ ഡി, ABCD എന്നിവ ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പട്ടികയിൽ താഴെ തന്നിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി സിർക്കോണിയം, ഇന്ത്യയുടെ കോട്ടണോപോളിസ്, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യം അറിയാവുന്നത് ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്ന് പറയുന്നത് എന്താണ്? മുംബൈ ആണെന്ന് നമുക്കറിയാം അല്ലെ. കോട്ടണോപോളിസ് എന്ന് പറയുന്നത് മുംബൈ ആണ്. അപ്പൊ എന്താണ്? 3 എന്ന് പറയുന്നത് A ആണ്. 3A ഉള്ളത് നോക്കാം നമുക്ക്. ഇത് 3A ആണ്, ഇത് 3A ആണ്. അപ്പൊ നമുക്ക് ഈ 2 ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം.
പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്താ ധാതു ഹൃദയ ഭൂമി എന്ന് പറയുന്നത്. എന്തിനാണ് എന്താണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് തന്നെ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതു കലവറ ഉപദ്വീപീയ പീഠഭൂമിയാണെങ്കിൽ ധാന്യക്കലവറ എന്താണ്, അത് ഉത്തര മഹാസമതലമാണ്. ഇത് ധാതുവാണ്. അപ്പൊ അത് ഏത് വരും, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അപ്പൊ നമുക്ക് നേരെ ഓപ്ഷനിലേക്ക് പോകാം. ഏതാണ് നോക്കിക്കേ, 1C വന്നം. 1C വരുന്നത് ഏതാണ്, ഇതാണ് 1C ആണ്. അതേപോലെ 3A എന്നും കിട്ടി. കോഡ്നോപോളിസും ധാതു ഹൃദയഭൂമിയും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് എന്താണ്, ഈ സിർക്കോണിയം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഓപ്ഷനിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ലേ. ഇങ്ങനെ വേണം നിങ്ങളെ എലിമിനേറ്റ് ചെയ്ത് നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴേക്കും ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അയ്യോ സിർക്കോണിയം എനിക്ക് അറിയില്ല, അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണെന്ന് അറിയില്ല. ഇതൊക്കെ ഏറ്റവും ബേസിക് ആണ്. ഇന്ത്യയുടെ കോഡ്നോപോളിസ്, മുംബൈ, ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ്. ധാതു കലവറ പീഠഭൂമികളും ധാന്യ കലവറ എന്താണ്, ഉത്തര മഹാസമതലവുമാണ്. ഇനി ഇപ്പൊ നോക്കാം, സിർക്കോണിയം എന്ന് പറഞ്ഞാൽ എന്താണ്, കേരള തീരത്തിലും. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്, വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അപ്പൊ ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ധൂപ്കട്ട് എവിടെയാണ്, ധൂപ്കട്ട്. അതേപോലെ ഇവിടെ നോക്കുക, ഗുരുശിഖർ, ആനമുടി, ദോഡാബെട്ട. ഇവിടെ നമുക്കറിയാവുന്ന ഗുരുശിഖർ എന്ന് പറയുന്നത് നമുക്കറിയാം മൗണ്ട് അബുവായി ബന്ധപ്പെട്ടതാണ്. അത് ആരവല്ലിയിലാണെന്ന് അറിയാം. അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അറിയാവുന്നതാണ്. അപ്പൊ അത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ എന്ത് കിട്ടി, 2C ആണെന്ന് കിട്ടി. ബാക്കി എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയാ, 2C ആണെന്ന് കിട്ടി. ഇനി ഏതെങ്കിലും ഒരെണ്ണം കൂടി കണ്ടുപിടിച്ചാലും നമുക്ക് ആൻസറിലേക്ക് ചിലപ്പോൾ എത്താനായിട്ട് പറ്റും. നമുക്ക് നോക്കാം, ഈ പറയുന്ന ദോഡാബെട്ട എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരി മൗണ്ടൻസിൽ വരുന്നതാണ് എന്ത്, ദോഡാബെട്ട എന്ന് പറയുന്ന കൊടുമുടി. 4A. അപ്പൊ എന്താണ്, ഇവിടെയും 4A ആണ്, ഇവിടെയും 4A ആണ്. അപ്പൊ അതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കാം നമുക്ക്. അടുത്തേതാണ് ആനമുടി എന്ന് പറഞ്ഞാൽ അത് അണ്ണാമല എന്നും കൂടി പറയുന്നുണ്ട്. ആനമുടി, അണ്ണാമല. അപ്പൊ ഇവിടെ ഏതാണ്, 3D ആണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ C ആണ്. ധൂപ്കട്ട് എവിടെയാണ്, അപ്പൊ സത്പുരയിലാണ് ധൂപ്കട്ട് വരുന്നത്. അതൊന്ന് പഠിച്ചു വെക്കുക. ധൂപ്കട്ട് സത്പുര, ഗുരുശിഖർ ആരവല്ലി, ആനമുടി അണ്ണാമല, ദോഡാബെട്ട നീലഗിരിയാണ്. ഓപ്ഷൻ C ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. കണ്ടോ, കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകൾ അറിയപ്പെടുന്ന പശ്ചിമഘട്ട നിരയ്ക്ക് കർണാടകം, തമിഴ്നാട് എന്നീ ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നും പേരുണ്ട്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെടുന്ന എന്താണ്, ദോഡാബെട്ട എവിടെയാണ്, നീലഗിരിയിലാണ്. ഇവിടെ നമുക്ക് ഈ കണ്ടോ, മറ്റേത് ആനമുടിയാണ് കേട്ടോ, ആനമുടി. അപ്പൊ ഇവിടെ എന്താണ്, നീലഗിരിയിൽ ഉൾപ്പെടുന്നതാണ് ദോഡാബെട്ട. ഏകദേശം 2637 മീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തതാണ് വേണ്ടത്. നർമ്മദ ഉപദ്വീപീയ നദിയാണ്, മഹാനദി ഉപദ്വീപീയ നദിയാണ്, കാവേരി ഉപദ്വീപീയ നദിയാണ്. ലൂണിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ലൂണി എന്ന് പറയുന്നത് എന്താണ്, അത് ഉപദ്വീപീയ നദിയായിട്ട് വരാത്തൊരു നദിയാണ്. എന്ത്, ലൂണി എന്ന് പറയുന്നത്. നമ്മൾ ഈ നദികളുടെ ആ ഒരു ഫിഗർ, നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഫിഗർ നന്നായിട്ട് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണ്, എവിടേക്കാണ്, ഓരോന്നിന്റെയും വ്യത്യാസം എന്താണെന്നുള്ളതൊക്കെ. അപ്പൊ ലൂണി എന്ന് പറയുന്നത് എവിടെയാണ്, ആരവല്ലിയിലെ പുഷ്കർ താഴ്വരയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ പറയുന്ന ലൂണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ ലവണമതി എന്നറിയപ്പെടുന്ന ലൂണിയാണ്. അതേപോലെ ഉപ്പു നദി എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്, സാഗർ മാത എന്നറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ സാഗർ മതി, ഇതൊക്കെ എന്താണ്, ലൂണിയാണ്. ഓക്കെ. അതേപോലെ കരബന്ധിത നദിക്കൊരു ഉദാഹരണമാണ്, കരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് കരബന്ധിതം എന്ന് പറയുന്നത്. കരബന്ധിത നദിക്ക് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്, ലൂണി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കണ്ടോ, ഇനിയാണ് നമ്മൾ ഉപദ്വീപീയ നദികൾ ജസ്റ്റ് ഒന്ന് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇവ 4 എന്താണ്, കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. മഹാനദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, റായ്പൂരിലെ സിഹാവ, ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പോഷക നദികളാണ് ഇബ്ബും ടെല്ലും. ഇത് പഠിക്കണം. ഇപ്പൊ പരീക്ഷകൾക്ക് പോഷക നദികളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കയറി ചോദിക്കാറ്. അതേപോലെ ഗോദാവരി എവിടെയാണ്, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന്. പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. ഇബ്ബ് ടെല്ല് ചോദിച്ചിട്ടുണ്ട്, ഇന്ദ്രാവതി ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണ എന്താണ്, കൃഷ്ണൻ ആരാണ്, മഹാബലേശ്വരനാണ്. അപ്പൊ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് കൃഷ്ണ. തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവയാണ് പോഷക നദികൾ. കാവേരി, ബ്രഹ്മഗിരി കുന്നുകൾ, കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കബനി, ഭവാനി, അമരാവതി എന്നുള്ളതാണ് പോഷക നദികൾ. അതേപോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് ഏതൊക്കെ, നർമ്മദയും താപ്തിയും. അമർഖണ്ഡക് മധ്യപ്രദേശ്, നമുക്ക് മധ്യപ്രദേശിലെ അമർഖണ്ഡക് കുന്നിലെ മൈക്കല നിരകളിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്, നർമ്മദ ഉത്ഭവിക്കുന്നത്. ഹിരണും ബഞ്ചാറുമാണ് പോഷക നദികൾ.
താപ്തി വരുമ്പോഴേക്കും എന്താണ് മുൾത്തായ് പ്രദേശത്ത് നിന്ന് എവിടെയാണത്? മധ്യപ്രദേശിലെ മുൾത്തായിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പൂർണ്ണയും ഗിർണയുമാണ്. ഇതും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണ, ഗിർണ എന്നിവ താഴെ തന്നിരിക്കുന്നവയിൽ ഏതിന്റെ പോഷക നദിയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി. റിഗർ, കറുത്ത മണ്ണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അല്ലെ. കറുത്ത മണ്ണ് എന്തിനാണ്? പരുത്തി കൃഷിക്കാണ് കറുത്ത മണ്ണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പരുത്തി കൃഷി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഖാരിഫ് വിളയാണെങ്കിലും ഉപദ്വീപ് ഇന്ത്യയിൽ എവിടെയാണ് ഒക്ടോബർ മാസത്തോടെ ആരംഭിച്ച ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായി വിളവെടുപ്പ് നടത്തുന്നുണ്ട്. കാരണം വളർച്ചയുടെ 7 മാസത്തോളം എന്തുണ്ടാവാൻ പാടില്ല? മഞ്ഞതിന് പാടില്ല. 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ, അതേപോലെ താപനിലയും 50 to 100 ആണ് എന്താ മഴയും വേണ്ടി വരുന്നത്. കണ്ടോ, ഡെക്കാൻ മാൾവാ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നത്. രാജ്യത്ത് ആകെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനം ഗുജറാത്തും മഹാരാഷ്ട്രയ്ക്കാണ് 2ാം സ്ഥാനം. ഇതിന് എപ്പോഴും എന്താണ് മാറ്റങ്ങൾ ഉണ്ടാകും. അത് എപ്പോഴും നോക്കി വേണം പഠിക്കാനായിട്ട്. ഈ 1ാം സ്ഥാനം 2ാം സ്ഥാനം ഓരോ വർഷങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സർക്കാരിന്റെ കണക്കനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് എന്താ? മാൾവാ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി, പൂർവ്വഘട്ടം. ഏതാണ്? അതായത് നമുക്കറിയാം ഇന്ത്യയുടെ, ഇതാണ് നമ്മുടെ ഉപദ്വീപ് ഇന്ത്യയിലെ പ്രദേശം എന്ന് വരുമ്പോഴേക്കും എന്ത് വരും? ഇവിടെ എന്തുണ്ട്? ആരവല്ലി ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഓരോ പീഠഭൂമികളും. അതിൽ ഇവിടെയാണ് വിന്ധ്യ, സത്പുര പർവ്വതനിരകള്. ഇതാണ് ഉപദ്വീപ് ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത്. ഇവിടം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് എന്താ? ഇതെന്താണ്? പശ്ചിമഘട്ടമാണ്. ഇത് പൂർവ്വഘട്ടമാണ്. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും വിന്ധ്യ, സത്പുരയ്ക്കും ഒക്കെ ഇടയിലായി കാണപ്പെടുന്നതാണ് എന്താ? ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട്. എന്താണ്? ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് എന്താ? ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഏതാണ്? ഉണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് കാവേരി, കബനി, ഭവാനി, അമരാവതി എന്നിവ പോഷക നദികളാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, കാവേരിയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഉപദ്വീപ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം. ഉഷ്ണമേഖല നിത്യഹരിതവനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, കണ്ടൽക്കാടുകൾ. ഏതാണ്? അത് ഇലപൊഴിയും കാടുകളാണ്. കണ്ടോ, ഉഷ്ണമേഖല, ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണ് ഉഷ്ണമേഖല, ഇലപൊഴിയും കാടുകൾ. 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പൊതുവെ ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? 2 തരംതിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആ ക്ലാസ്സിൽ, അതായത് ആ ഒരു 9th 3ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പീഠഭൂമികൾ ഏറ്റവും വലിപ്പം കൂടിയത് ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. എന്തേ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഓരോ പീഠഭൂമികൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് മാൾവാ പീഠഭൂമി, ഇതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. കണ്ടോ, അതിനെല്ലാത്തിനെ അപേക്ഷിച്ച് ഇതാണ് എന്താ ഈ പറയുന്ന ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതല്ലേ ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാലും ത്രികോണാകൃതിയിലെ പീഠഭൂമി ചോദിച്ചാലും അതേതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇതിന്റെ ഒക്കെ പൊസിഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. മാൾവാ പീഠഭൂമി എവിടെയാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എവിടെയാണ്? അതേപോലെ ഈ ഡെക്കാൻ പീഠഭൂമി എവിടെയാണെന്നുള്ളതൊക്കെ അതേപോലെ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതാണ് കേട്ടോ. ദോഡ ബെഠ ആനമുടി ഇവിടെയാണ്. ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന സംഗമ സ്ഥലമാണ് എന്ത്? നീലഗിരി എന്ന് പറയുന്നത്. ഇതിലെന്താണ്? ദോഡാബെട്ട ഇവിടെയാണ്. ഇതെന്താണ്? ജവാഡി. ഇതെന്താണ്? പാൽക്കൊണ്ടമല. ഇത് നല്ല മല. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എന്ത്? ദോഡാബെട്ട, മഹേന്ദ്രഗിരി, ആനമുടി, മഹാബലേശ്വർ. ഏതാണ്? ആനമുടിയാണ് ഏറ്റവും ഉയരം കൂടിയത്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അരിക് വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എന്ത്? ആനമുടി. പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതെവിടെയാണ്? 2695 മീറ്റർ ആണ് എന്താ? ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? സർദാർ സരോവർ നമുക്ക് പഠിക്കാനുണ്ടതില്. കണ്ടോ, ഹിരാക്കുഡ് മഹാനദിയിലാണ്. ഒഡീഷ. തുംഗഭദ്ര നദി കർണാടകം. സർദാർ സരോവർ നർമ്മദ ഗുജറാത്ത്. കൃഷ്ണരാജസാഗർ കാവേരി കർണാടകമാണ്. നിസാം സാഗർ ഗോദാവരി ആന്ധ്രാപ്രദേശാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സർദാർ സരോവർ ആണ്. അതെവിടെയാണ്? നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ നദി. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി എന്ന് പറയുന്നത്. ഗോദാവരിയാണ്.
ഉണ്ടോ 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ എന്തൊക്കെ വിളിക്കുന്നുണ്ട്? ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നു. അപ്പൊ ചോദിക്കാറുണ്ട് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോദാവരിയാണ് അല്ലെ? അതായത് നമ്മുടെ ഇന്ത്യയുടെ ദക്ഷിണ സൈഡിലല്ലേ ഈ പറയുന്നത്, ഗംഗയാണ് ഏറ്റവും വലുത്. അപ്പൊ എന്താണ് ദക്ഷിണ ഗംഗ എന്ന് വിളിക്കാൻ കാരണം എന്നാണ്, ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. രണ്ടാമത്തെ നദി ഏതാണ്? കൃഷ്ണയും. മൂന്നാമത്തെ നദി ഏതാണ്? കാവേരിയുമാണ്. ഇന്ത്യയിൽ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, തീരസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി. ഉത്തര മഹാസമുദ്രം എന്താണ്? അത് ധാന്യ കലവറയാണ്. ഉപദ്വീപീയ പീഠഭൂമിയാണ് എന്ത്? ധാതു കലവറ എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയേതാ? അമർഖണ്ഡ് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദാ നദി പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു നർമ്മദയും താപ്തിയും അറബിക്കടലിലോട്ടാണ് പതിക്കുന്നത്. ഇനി നർമ്മദയുടെ ഉത്ഭവം എവിടെയാണ്? മധ്യപ്രദേശിലെ അമർഖണ്ഡ് പീഠഭൂമിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നർമ്മദ ഉത്ഭവിക്കുന്നത്. സോ ഓപ്ഷൻ 1ഉം 2ഉം എന്താണ്? ശരിയാണ്. ഉണ്ടോ? അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ 1 and 2 ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതൊക്കെയാണ്. മഹാനദി പടിഞ്ഞാറോട്ടാണോ ഒഴുകുന്നത്? പെരിയാറ്, താപ്തി, ലൂണി. ഇവിടെ നമുക്കറിയാം നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടാണെന്നറിയാം. അതേപോലെ നമുക്കറിയാവുന്ന ഒരു സാധനമല്ലേ ഈ പറയുന്ന പെരിയാറും. അപ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. പെരിയാറും താപ്തിയുമാണ്. കണ്ടോ, മഹാനദി ഇതേ കിടക്കുന്നു. മഹാനദി ഇവിടെ നിന്ന് എവിടെ നിന്ന് ഉത്ഭവിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒഴുകി ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്നു, കിഴക്കോട്ട് ഒഴുകിയിട്ട്. ഇനി അടുത്ത ഏതാണ്? താപ്തി. കണ്ടോ, ഇവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ബംഗാൾ ഉൾക്കടലിൽ അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദയും എന്താണ്? ഇവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അറബിക്കടലിലോട്ടാണ് പതിക്കുന്നത്. അതേപോലെ പിന്നെ ഏതായിരുന്നു പറഞ്ഞത്? പെരിയാറും ലൂണിയുമാണ്. ഉണ്ടോ, ലൂണിയും അതേപോലെ ലൂണിയുടെ ഉത്ഭവം ഏകദേശം കണ്ട ഇതാണ് നമ്മുടെ ലൂണി നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ചോദിക്കുമ്പോൾ ലൂണി നമ്മൾ പറഞ്ഞു ഒരു കരബന്ധിത നദിയാണെന്ന് പറഞ്ഞു അല്ലെ. ചുറ്റും എന്താണ്? കരയാണ്, കരയാൽ ചുറ്റപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ധോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ധോഡാബെട്ട എവിടെയാണ് നമ്മൾ പറഞ്ഞത്? ആനമല, നല്ലമല, കാർഡമം. കാർഡമം കുന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏലമല. നീലഗിരി കുന്ന് എവിടെയാണ്? കണ്ടോ, എവിടെയാണ്? നീലഗിരിയിൽ ഉൾപ്പെടെയാണ് എന്താ? നീലഗിരി ഉൾപ്പെടുന്നതാണ് എന്ത്? ധോഡാബെട്ട എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി നീലഗിരിയാണ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിൽ നിന്ന് അടുത്തുനിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപ് നദി എന്താണ് നമ്മൾ പറഞ്ഞത്? കാവേരി, ഗോദാവരി, കൃഷ്ണ, മഹാനദി. കൃഷ്ണൻ ആരാണ്? മഹാബലേശ്വരനാണ്. കണക്ട് ചെയ്യുക. കൃഷ്ണൻ ആരാണ്? മഹാബലേശ്വരനാണ്. അപ്പൊ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൃഷ്ണ നദിയാണ്. ഉണ്ടോ, കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഇത് ഞാൻ ഓരോ തവണയും കാണിക്കുന്നത് നിങ്ങൾ അങ്ങനെയെങ്കിലും നമുക്കൊന്ന് മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. തുംഗഭദ്ര, ഭീമ, കൊയ്ന. കണ്ട, ഭീമനല്ലേ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭദ്രനും ഭീമനും എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്ത് വരും? തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവയാണ് കൃഷ്ണയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എനിക്ക് കുറുകെയാണ് എന്ത്? ഹിരാക്കുഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിരാക്കുഡ്, മഹാനദി, ഒഡീഷ എന്ന് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് അല്ലെ. ഹിരാക്കുഡ്, മഹാനദി, ഒഡീഷ. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. എന്റെ പോഷക നദികളാണ് ഇബും ടെല്ലും. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ മഹാനദിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കണ്ട, റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പോഷക നദികളാണ് ഇബും ടെല്ലും എന്ന് പറയുന്നത്. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? അതായത് നമുക്കറിയാം ഇന്ത്യ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? പശ്ചിമഘട്ടമുണ്ട്. ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകി ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപൂർവ നദികളാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകി ഒഴുകി വരുന്നത്. അപ്പൊ അതിനെ വേർതിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണത്? പശ്ചിമഘട്ടമാണ്. ഉണ്ടോ, ഇവിടെയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിര എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എല്ലാം ഉത്ഭവിച്ചിട്ട് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഈ പറയുന്ന ഉണ്ടോ, ഇങ്ങനെ 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 പോകും. ഈ പറയുന്ന എങ്ങോട്ടേക്ക്? നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം നമുക്ക്.
ഉപദ്വീപ് ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവന. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഏതാണ്? ഉപദ്വീപീയ നദിയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഏതാണ്? നർമ്മദയാണ്. ഈ നർമ്മദയെ പറ്റിയുള്ളത് ഇന്ദ്രാവതി, ശബരി എന്ന് പറയുന്നതൊക്കെ എന്തിന്റെ പോഷക നദികളായിരുന്നു? നമ്മളിവിടെ കണ്ടതല്ലേ, കണ്ടോ? ഇന്ദ്രാവതി, ശബരി ഗോദാവരിയുടെ പോഷക നദിയാണ്. ഗോദാവരിയുടെ പ്രത്യേകത എന്താണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുതാണ് ഗോദാവരി. പക്ഷെ അത് എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? അത് നമുക്കറിയാം, അത് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? പടിഞ്ഞാറോട്ടാണ് നമുക്ക് ഒഴുകേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നെന്ന് ചോദിക്കുമ്പോൾ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഇത് ശരിക്കും ഛത്തീസ്ഗഡ് അല്ല. മൈക്കലാ നിരകൾ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ അമർഖണ്ഡ് കുന്നുകളാണ്. കണ്ടോ ഇവിടെ പറയുന്നത് നർമ്മദയും താപ്തിയും വരുന്നത് കാണിച്ചു തരാം, ഒറ്റ മിനിറ്റ്. കണ്ടോ, അമർഖണ്ഡ് മധ്യപ്രദേശ് എന്നാണ് വന്നിരിക്കുന്നത്. അതിലെയാണ് ഈ മൈക്കിലാ നിരകൾ വരുന്നത്, നർമ്മദ വരുന്നത്. പക്ഷെ ഇവരിവിടെ തന്നിരിക്കുന്നത് ഛത്തീസ്ഗഡ് എന്നാണ്. ആൻസർ PSCയുടെ ഫൈനൽ കീയിലും വന്നിരിക്കുന്നത് ഇത് തന്നെയായിരുന്നു ആൻസർ. അതിന് ഡിലീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കാം, മൈക്കിലാ നിരകൾ അഥവാ അമർഖണ്ഡ് കുന്നുകളിൽ നിന്നാണ്, മധ്യപ്രദേശിലെ അമർഖണ്ഡ് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചെരുവിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. കൃത്യമായിട്ട് പറയുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന മൈക്കിലാ മലനിരകൾ എന്ന് പറയുന്നത്. ഓക്കെ, അറബിക്കടലാണ് അതിന്റെ പതനസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ്? സന്തോഷം നൽകുന്നവൾ എന്നാണ് നർമ്മദ എന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഈ പറയുന്ന നർമ്മദ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി? വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ നർമ്മദ നദിയാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ തന്നിരിക്കുന്നതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നമുക്ക് അറിയാവുന്ന ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി പടിഞ്ഞാറോട്ടാണ്. അപ്പൊ ഇത് ഏതാണ്? നർമ്മദ, താപ്തി പടിഞ്ഞാറോട്ടാണ്. കൃഷ്ണ, കാവേരിയൊക്കെ കിഴക്കോട്ടാണ്. ഗോദാവരി, മഹാനദി, കൃഷ്ണ ഇവയെല്ലാം കിഴക്കോട്ടാണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 2 മാത്രമാണ് എന്ത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളായിട്ട് വരേണ്ടത്. ചുവടെ ചേർത്തിട്ടുള്ളിൽ കാവേരി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാ? കാവേരിയുടെ പോഷക നദികളാണ് ഏതൊക്കെ? നമ്മുടെ കബനി, ഭവാനി, അമരാവതി എന്നിവ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. കണ്ടോ, കബനി, ഭവാനി, അമരാവതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇന്ദ്രാവതി ഉണ്ട്, ശബരി ഉണ്ട്. ഇന്ദ്രാവതിയും ശബരിയും ഞാൻ നേരത്തെ പറഞ്ഞു എന്തിൻ്റെതാണ്? ഇന്ദ്രാവതിയും ശബരിയും ഗോദാവരിയുടേതാണ്. ഭീമ എന്തിൻ്റെതാണ്? കൃഷ്ണയുടെ പോഷക നദിയാണ്. കൃഷ്ണയുടെ പോഷക നദിയാണ് ഭീമ എന്ന് പറയുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എന്ത്? നമുക്കറിയാം തെക്കേ ഇന്ത്യ ഏതാണ്? ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഉയരം കൂടിയ ഭാഗമാണ് മഹാബലേശ്വർ. നമ്മൾ പറഞ്ഞതാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എന്ത്? ആനമുടി. അപ്പൊ ഇത് തെറ്റാണ്. ഒന്ന് തെറ്റാണെന്ന് മനസ്സിലായി. നമുക്ക് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ദേ ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും വായിച്ചില്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ എ ആണെന്നുള്ളത്. ഇതിന്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ശരിയല്ലേ? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. വിന്ധ്യ, സത്പുര, അരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവയ്ക്ക് ഇതിന്റെ ഭാഗങ്ങളാണ്. അതെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന പീഠഭൂമിയാണ് എന്ത്? ഡെക്കാൻ, മാൾവ, ഛോട്ടാ നാഗ്പൂർ, ഉത്തര മഹാസമുദ്രം. ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ്. കണ്ടോ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ബസാൾട്ട് എന്ന ലാവാശിലകളായി നിർമ്മിക്കപ്പെട്ടതുകൊണ്ടാണ് ഇതിനെ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്കുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, ഡെക്കാൻ ട്രാപ്പ് മേഖലയിൽ കാണപ്പെടുന്ന ശില ഏതെന്നായിരുന്നു. അത് ഏതാണ്? ബസാൾട്ട് ആണ്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് എന്ത്? ഈ മേഖലയുടെ സവിശേഷത. ഇതാണ് എന്ത്? റിഗർ മണ്ണെന്നറിയപ്പെടുന്നത്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരുത്തി കൃഷി ചെയ്യുന്നത്. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, അമരാവതി എന്നിവ. ഉണ്ടോ? കബനി, ഭവാനി, അമരാവതി കാവേരി നദിയുടെ പോഷക നദികളാണ്. ഉത്ഭവം എവിടെയാണ്? ബ്രഹ്മഗിരിക്കുന്ന്, കർണാടകയിലെ ബ്രഹ്മഗിരിക്കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ് എന്ത്? കുടക്, നെല്ലിയാമ്പതി, നീലഗിരി, പളനി. എവിടെയാണ്? ഓപ്ഷൻ സി നീലഗിരിയാണ് പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം എന്ന് പറയുന്നത്. കണ്ട, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിലാണ് എന്ത് ചെയ്യുന്നത്? സംഗമിക്കുന്നത്. ഓക്കെ അല്ലേ? 30 ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന്, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും നിങ്ങളുടെ ഒരു നിർദ്ദേശം കമന്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്